ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCS 207 ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് കഴിഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ നോക്കി പോയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ നവ ഡേയ്സിൽ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് മൊബൈൽ ഫോൺസ്. അപ്പൊ ഈ ഒരു മൊബൈൽ ഫോണിനകത്ത് നമ്മൾ കാണുന്ന ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു ഇന്റർഫേസിനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് നോർമലി നമുക്ക് എന്താണ് യൂസേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് നമ്മളിപ്പോ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്താൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ്, ഫേസ്ബുക്ക് എന്തെടുത്താലും നമ്മൾ എന്താണ് ഫസ്റ്റ് അതിനകത്ത് ലോഗിൻ ചെയ്യണം അല്ലെ. ആ ലോഗിൻ ചെയ്യുന്ന പെർട്ടിക്കുലർ ഡാറ്റ നമുക്ക് പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അതെന്താണ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത് എവിടെയോ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ആ സ്റ്റോർ ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ഇമേജിലൊക്കെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് യൂസർ ഉണ്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ്, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ട്. അത് DBMSന്റെ ബേസിസിൽ നമ്മൾ എന്താണ് ഡാറ്റ ബേസിലേക്ക് സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നമ്മൾ ഓൺലൈൻ ആക്ടിവിറ്റീസ് ആയിട്ട് ഇപ്പൊ ഇത്രയും കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഇന്ററാക്ഷൻസ് നമ്മൾ ചെയ്യുന്നത് എന്താണ് യൂസർ ഇന്റർഫേസിലാണ് നമ്മൾ ഇന്ററാക്ഷൻസ് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ആ സ്ക്രീനിൽ. ഓക്കെ, ഇനി ഈ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് സ്റ്റോർ ആവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബാക്ക് എൻഡിനെയാണ് നമ്മുടെ ഡാറ്റാ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫയൽ ബേസ്ഡ് മാനേജ്മെന്റ് സിസ്റ്റം ഡാറ്റാബേസും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാനാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഫയൽ ബേസ്ഡ് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് എക്സാമ്പിൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു സ്റ്റുഡന്റ് ഒരു കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികൾ ഇപ്പോ ട്രിപ്പ് പോവാണ്. അപ്പൊ അങ്ങനെ പോണ സമയത്ത് നമുക്ക് എന്താണ് ആ പോകുന്ന ബസ്സിന്റെ ഡീറ്റെയിൽസ്, ആ ഫീസ് കൊടുത്തിട്ടുണ്ടോ, പേ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഓരോ സ്റ്റുഡൻസിനും ഫയൽ സിസ്റ്റം നമ്മൾ എന്താണ് S1 S2 എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റുഡൻസിനും നമ്മൾ എന്താണ് എൻട്രി ആണ് ചെയ്യുന്നത് ഡാറ്റ. അത് സീക്വൻഷ്യലി ഇങ്ങനെ എൻട്രി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതേസമയം നമുക്ക് എന്താണ് ഈ ഒരു ഡാറ്റാബേസിന്റെ ബേസിസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഓരോ സ്റ്റുഡന്റിനും സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ എന്താണ് ഒരു സ്റ്റുഡന്റിന് ഒരു ഫയൽ എന്ന രീതിയിൽ നമുക്ക് എത്ര സ്റ്റുഡൻസ് ആണോ വരുന്നത് അതിനനുസരിച്ച് നമ്മളിവിടെ എന്ത് ചെയ്യണം ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ സ്റ്റുഡന്റ് S1 എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റുഡന്റിന് ഒരു ഫയൽ ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റുഡന്റിന്റെ നമ്പർ ഇപ്പൊ 1 2 എക്സെട്ര ആണ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി സെക്കൻഡ് സ്റ്റുഡന്റിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തൊരു ഫയൽ ആ സ്റ്റുഡന്റ് ഇതുപോലെ 1 2 എക്സെട്ര എന്നുള്ള നമ്പേഴ്സ് തന്നെയായിരിക്കും ഇവിടെ നമ്മൾ നമ്പറിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ എന്താണ് ഓരോ സ്റ്റുഡൻസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഇതുപോലെ 1 എന്നുള്ള നമ്പേഴ്സ് ഓർഡറിംഗ് നമ്പേഴ്സ് ഒക്കെ ഡ്യൂപ്ലിക്കേഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ 2000 സ്റ്റുഡൻസ് ഒക്കെയാണ് ഒരു കോളേജിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് ഭയങ്കര ഡിഫിക്കൽട്ടി ആണ് അല്ലേ. നമുക്ക് അത്രയും കുട്ടികളുടെ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനോ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് അവരെന്നെ ഇനി ഓരോ കുട്ടികളെ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ അതിനെ റെഫർ ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാ സ്റ്റുഡൻസിനും ഡാറ്റ റെക്കോർഡ് ചെയ്ത് സെയിം ഫോർമാറ്റിൽ തന്നെയാണ്. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്ന കേസാണ്. അതേസമയം നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റിന്റെ ഒരു ST എന്നോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് എന്നോ പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പൊ റോൾ നമ്പർ ഉണ്ടായിരിക്കും, സ്റ്റുഡന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് നെയിം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ഈ 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഈ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ ആറ്റോമിക് ആയിരിക്കും. ഓക്കെ, നമ്മുടെ റിലേഷന്റെ കേസിൽ അങ്ങനെയാണ് ആറ്റോമിക് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അറ്റ് എ ടൈമിൽ നമുക്ക് എന്താണ് ഒരു കുട്ടിക്ക് ഒരേ വാല്യൂ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത് നമ്മുടെ നോർമലി എല്ലാ ട്രഡീഷണൽ ഡാറ്റാബേസ് സിസ്റ്റം നമ്മൾ എന്താണ് ഫയൽ സിസ്റ്റത്തിന് കമ്പയർ ചെയ്ത് ട്രഡീഷണൽ നമ്മുടെ ഡാറ്റാബേസ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇതിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് ഫയൽ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം, അതിന്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ DBMSന്റെ സ്ട്രക്ചേഴ്സ്, പിന്നെ ഫങ്ഷൻസ് ഓഫ് DBM നോക്കും. DBM എന്ന് പറയുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ അതിന്റെ 3 ടയർ ആർക്കിടെക്ചർ DBMSന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് വരുന്നതാണ്. പിന്നെ ഡിഫറെന്റ് ഡാറ്റ മോഡൽസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എന്തിനാണ് ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്,
അപ്പൊ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫയൽ ബേസ്ഡ് സിസ്റ്റം ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ കുറച്ച് ഡ്രോബാക്ക് കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് റിട്രീവ് ചെയ്തെടുക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ കുറച്ച് ഡ്രോബാക്കുകളും കാര്യങ്ങളും ഉണ്ടായി ഈ ഒരു ഫയൽ ബേസ്ഡ് സിസ്റ്റത്തിൽ. അപ്പൊ നമുക്ക് നോക്കാം, ഫയൽ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയണമെങ്കിൽ എന്താണ്, അതൊരു ഇലക്ട്രോണിക് വേർഷൻ ആണ്, ഫിസിക്കൽ ഫില്ലിംഗ് സിസ്റ്റം ആണ്, ഇലക്ട്രോണിക് വേർഷൻ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ നോർമലി ബിസിനസ്സിനും ഹോംസിനും ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ്, ഇപ്പൊ പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്ലയന്റ് എംപ്ലോയീസിന്റെ കാര്യങ്ങൾ, അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫയൽ ബേസ്ഡ് സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻഫർമേഷൻ ക്യാൻ ബി സെർച്ച്ഡ് സീക്വൻഷ്യലി. ഇതാണ് ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. ഇവിടെ എന്താണ്, സീക്വൻഷ്യലി അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഡെക്സിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫയൽ ബേസ്ഡ് സിസ്റ്റത്തിൽ ഡാറ്റനെ സെർച്ച് ചെയ്യുന്നത്, ഇൻഫർമേഷൻസിനെ. ഓക്കെ, ഫില്ലിംഗ് സിസ്റ്റം വർക്ക് വെൽ ഫോർ സ്മോൾ ഓർ ലാർജ് ഐറ്റംസ്. ഇപ്പൊ നമ്മൾ സ്മോൾ അല്ലെങ്കിൽ ലാർജ് ഐറ്റംസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ ഫിൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എന്താണ്, ക്രാഷ് വെൻ ക്രോസ് റെഫറൻസ് ആൻഡ് പ്രോസസിംഗ് ഇൻഫർമേഷൻ. ഫിൽ ചെയ്യാനായിട്ട് വളരെ ഈസി ആണെങ്കിൽ കൂടെ നമുക്ക് എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റയെ നമുക്ക് എന്താണ് റെഫർ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ്, ഒരു യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ഫയൽ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് എന്തൊക്കെയുണ്ട്, സ്റ്റുഡന്റ് ഉണ്ട്, ഫാക്കൽറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ്, ഫീസ്, കോഴ്സ്, ഡിപ്പാർട്ട്മെന്റൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി അതിൽ ഫീ പെയ്ഡ് ഫോർ ദ സ്റ്റുഡൻസ്, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ആനം വൈസ് ആയിട്ട് ഏതൊക്കെ കുട്ടികൾ ഫ്രീ പെയ്ഡ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു പിക്കപ്പിന് ബസ് ഫെസിലിറ്റീസ് എടുക്കുകയാണെങ്കിൽ ആ സ്റ്റുഡൻസിന് എങ്ങനെ പിക്കപ്പിന് എടുക്കുന്ന രീതിയിൽ ആ ഒരു സെറ്റത്തിനെ നമ്മൾ എന്താണ് ഫയലിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. The number of tough by the faculty, taught by the faculty in academic period. ഒരു അക്കാദമിക് പീരീഡിൽ ഏതൊക്കെ ഫാക്കൽറ്റീസിന് ഏതൊക്കെ സബ്ജക്ട് അല്ലെങ്കിൽ ഏതൊക്കെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേണം എന്നുള്ളത് തോട്ട് ബൈ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ അടുത്തൊരു കേസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആർ പാസ്ഡ് ദ പ്രോഗ്രാം ഇൻ ദ 3 കമ്പാരിസൺ ഇയേഴ്സ്. ഇനി ലാസ്റ്റ് കമ്പയർ ചെയ്തിട്ടുള്ള ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആ കോളേജിൽ പാസ് ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ്, ഇതൊക്കെ ഫയൽ ബേസ്ഡ് സിസ്റ്റം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. പക്ഷെ എന്താണ്, അതിനെ റിട്രീവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് വരും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ കൂടെ കാണിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുട്ടികളെ എടുത്തിട്ട് അവരുടെ ഒരു പെർട്ടിക്കുലർ ഇപ്പൊ പിക്കപ്പിന്റെ ബേസിസിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ ക്വറി ഓൺ ഫീ പെയ്ഡ് ഇൻഫർമേഷൻ ആൻഡ് ബസ് ഫെസിലിറ്റീസ് ബോത്ത്. അപ്പൊ ഒരു കോളേജിലെ കുട്ടികളുടെ ബസ് ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടും ആ ഒരു ഫീ പേ ചെയ്തിട്ടുള്ള കുട്ടികളുടെ ആ ഒരു സെറ്റിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഫയൽ ബേസ്ഡ് സിസ്റ്റം ആകുമ്പോൾ അതിന്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോ സ്റ്റുഡന്റിനും ഓരോ ഫയൽസ് വെച്ചിട്ട് n സ്റ്റുഡൻസിന് n ഫയൽസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബസ് ലിസ്റ്റിന്റെ വേറൊരു ഫയലും കൂടെ എന്താണ്, അഡ്രസ്സും കൂടിയുള്ള വേറൊരു ഫയലും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഓരോന്നിനും എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് ബൾക്ക് ആയിട്ട്, ഇപ്പൊ നമുക്ക് 2000 സ്റ്റുഡൻസ് ആ കോളേജിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് 1000 കുട്ടികളെങ്കിലും മിനിമം ബസ്സിൽ പോകുന്നവരായിരിക്കും അല്ലെ, ആ സ്കൂൾ ബസ്സിൽ അല്ലെങ്കിൽ കോളേജ് ബസ്സിൽ പോകുന്ന കുട്ടികളായിരിക്കും. അപ്പൊ ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കാന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ 1000 സ്റ്റുഡൻസിന് ക്രിയേറ്റ് ചെയ്യാൻ വേണം, അതിൽ നിന്ന് ബസ്സിന് വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഡ്യൂപ്ലിക്കേഷൻ ഡാറ്റ വരാനും നമുക്ക് ഈസി ആയിട്ട് റിട്രീവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം നമ്മൾ ഇത് റിലേഷണൽ ഡാറ്റാബേസിന്റെ കേസ് അല്ലെങ്കിൽ ടേബിളിന്റെ ബേസിസിൽ നമ്മൾ DBMSന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇവിടെ ഈ ഒരു ടേബിളിന് നമ്മളിപ്പോ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റുഡന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡന്റിനകത്ത് എന്താണ്, സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും, ദെൻ ആ സ്റ്റുഡന്റിന്റെ പേര്, ഇവിടെ സ്റ്റുഡന്റിന്റെ പേരുകളായിരിക്കും, പിന്നെ ആ കുട്ടികളുടെ ഫീസ്, ദെൻ ആ കുട്ടികൾക്ക് ബസ് വേണോ, ബസ് വേണ്ടാത്തവരാണെങ്കിൽ നോന്നും ബസ്സിന് യെസ് എന്ന് വൈ എന്നും അതുപോലെ നോയിന് എൻ എന്നും കൊടുത്തു. ഓക്കെ, ഇങ്ങനെ ഒരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, വളരെ ഈസി ആയിട്ട് രീതിയിൽ എന്ത് ചെയ്യാം, ആ ഒരു ഡാറ്റ നമുക്കിവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു DBMSഉം ഫയൽ സിസ്റ്റം തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ലിമിറ്റേഷൻ ഓഫ് ഫയൽ ബേസ്ഡ് സിസ്റ്റം ആണ് നോക്കാം. ഡാറ്റ ഐസൊലേഷൻ ആണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. ഡാറ്റ ഐസൊലേറ്റ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഫയൽസ് സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റയിൽ സെപ്പറേറ്റ് ഫയൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നേരത്തെ എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, വളരെ ഡിഫിക്കൽട്ട് ആണ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സെർച്ച് ചെയ്യാനൊക്കെ. നമുക്കൊരു പെർട്ടിക്കുലർ ഡാറ്റ എടുക്കണമെങ്കിൽ നമുക്ക് എന്താണ്, അത് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല, കുറച്ച് ഡിഫിക്കൽട്ടി ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കുന്ന കേസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു കേസിൽ ഡാറ്റ ഐസൊലേഷൻസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ,
ഇനി ഡ്യൂപ്ലിക്കേഷന്റെ കേസ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു സ്റ്റുഡന്റിനെ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു സ്റ്റുഡന്റിന്റെ ഫയൽ, ഇതിപ്പോ ഫസ്റ്റത്തെ സ്റ്റുഡന്റിന്റെ ഫയൽ F1 ആണെങ്കിൽ ഇതിനകത്ത് ഡീറ്റെയിൽ എന്തായിരിക്കും? 1 എന്ന് പറഞ്ഞ സ്റ്റുഡന്റിന്റെ പേര്, ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ആളുടെ അഡ്രസ് കാര്യങ്ങളായിരിക്കും. അടുത്തൊരു ഫയൽ ഇപ്പൊ വേറൊരു സ്റ്റുഡന്റിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെയും 1, 2, 3 എന്നുള്ള എക്സിറ്റ് ഓർഡറിൽ തന്നെയായിരിക്കും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്താണ് സ്റ്റുഡന്റിന് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ നമുക്ക് എടുക്കണമെങ്കിൽ ഫയൽ F1 ഇപ്പൊ ഇതിനകത്ത് തന്നെ ചിലപ്പോൾ വേറെ സ്റ്റുഡൻസിനും ഉണ്ടായിരിക്കും. അതും നമ്മൾ 1, 2, 3 ഇട്ടിട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ അടുത്തത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ 1 എന്നുള്ള ഒരു ഡാറ്റയിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ F1 ഏത് ഫണ്ടിനെയാണ് എടുക്കണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റ ഏതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, യൂസർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എന്താണ് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻസ്. ഒന്നിൽ കൂടുതൽ ഡാറ്റ സെയിം പോലെ വരുമ്പോൾ നമുക്ക് എന്താണ് ഡ്യൂപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ വീണ്ടും ആ കുട്ടിയുടെ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ ഇതേപോലെ തന്നെ പേരും ഡാറ്റയും വീണ്ടും എൻ്റർ ചെയ്യേണ്ട ആവശ്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻസ് വരാനായിട്ട്, അതായത് ഓവർലാപ്പിംഗ് വരാനുള്ള ചാൻസസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ഇൻകൺസിസ്റ്റന്റ് ഡാറ്റയാണ് നോക്കാം. ഇൻകൺസിസ്റ്റന്റ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. അതായത് നമ്മൾ ഫയൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡാറ്റയല്ല ഉണ്ടായിരിക്കും. കാരണം എന്താണ് ഇവിടെ ഡ്യൂപ്ലിക്കേഷൻസ് വരാം. അപ്പൊ നമുക്ക് ഒരു പേഴ്സന്റെ ഡാറ്റ മോഡിഫൈ ചെയ്യണമെങ്കിൽ അതെന്താണ് കൺകുറന്റ് ആയിട്ട് തന്നെ മോഡിഫൈ ചെയ്യേണ്ട കേസുകളൊക്കെ വരാണെങ്കിൽ നമുക്ക് എന്താണ് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ അല്ലെ. നമുക്ക് എന്താണ് ഡാറ്റയിൽ കറക്റ്റ് ആയിട്ട് വരാത്തതുകൊണ്ട് തന്നെ റോങ് ആയിട്ടുള്ള ഡാറ്റ എൻ്റർ ചെയ്ത് പോകാനുള്ള ചാൻസസും ഇവിടെയുണ്ട്. ഇനി അതുപോലെ ഡാറ്റ ഡിപ്പെൻഡൻസി, ഇപ്പൊ ഒരു ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റുഡന്റിന്റെ ഡാറ്റ ഇരിക്കുന്നത് അല്ലെ. അതെന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് എന്താ പറയാ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു ഡാറ്റ ലോസ് ആവാനുള്ള ചാൻസ് ഇവിടെ കൂടുതലാണ്. അപ്പൊ അത് ഫയൽ ബേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയതുകൊണ്ടാണ് അതിന് പ്രോഗ്രാം ഡാറ്റ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ ഓരോ ചേഞ്ചസ്, ഇപ്പോൾ ആപ്ലിക്കേഷൻ കോഡിന്റെ സ്ട്രക്ചറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ തന്നെ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ഫയലിനകത്തുള്ള ഡാറ്റനെ മൊത്തത്തിൽ എന്ത് ചെയ്യും, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും, പെർട്ടിക്കുലർ ഡാറ്റ ചിലപ്പോൾ ലോസ് ആവാനുള്ള ചാൻസസ് വരെ നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ഇൻകമ്പാറ്റബിൾ ഫയൽ ഫോർമാറ്റ്സ് ആണ്. ഇനി ഇൻകമ്പാറ്റബിൾ ഫയൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഫയൽ സ്ട്രക്ചർ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ് അല്ലെ, ഓരോ ഡാറ്റയിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോസസ്സിനെ ഫയൽസ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. അതാണ് ഈ ഒരു ഇൻകമ്പാറ്റബിൾ ഫയൽ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഫിക്സഡ് ക്വറീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റിനെ ഇംപ്ലിമെന്റ് ചെയ്യാനും അല്ലെങ്കിൽ ഭയങ്കര ബൾക്ക് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഇംപ്ലിമെന്റേഷൻ ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ട് ഫയൽ ബേസ്ഡ് സിസ്റ്റത്തിൽ വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അപ്പൊ കുറെ ഓരോന്നും പെർട്ടിക്കുലർ ആയിട്ട് സീക്വൻഷ്യലി സെർച്ച് ചെയ്ത് അങ്ങനെ പെർട്ടിക്കുലർ കണ്ടന്റിനെ റിട്രീവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കര ടൈം കൺസ്യൂമിങ് വരും. അതുപോലെ തന്നെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട്. കാരണം എന്താണ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫയലിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഓരോന്നും നമുക്ക് എടുക്കുമ്പോൾ വലിയ വലിയ ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു എന്താണ് ഫയൽ ബേസ്ഡ് സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഡാറ്റാബേസ് അപ്രോച്ച് നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ഡാറ്റാബേസ് അപ്രോച്ചിനകത്ത് എന്താണ് നമ്മൾ ന്യൂലി അപ്രോച്ച് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്ക് എൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, അതാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ്. ഇതിനകത്ത് നമുക്ക് എന്താണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിന് ഭയങ്കര സെക്യൂർ ആയിട്ട് ഡാറ്റനെ സ്റ്റോർ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് യൂസറിന്റെ നീഡ് അനുസരിച്ച് ആ ഡാറ്റനെ വളരെ ഈസി ആയിട്ട് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിനാണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഡാറ്റാബേസിന്റെ കുറച്ച് അപ്രോച്ചുകളാണ്. അതെന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് എന്ന് പറയാൻ പറ്റും. അതായത് ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബേസിസിലാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഫസ്റ്റ് സ്റ്റേറ്റും ഇൻട്രൊഡക്ഷനിൽ കാണിച്ച ഫിഗർ പോലെ തന്നെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണ്. അതിനകത്തേക്ക് DBMS വഴി ഡാറ്റനെ സെൻട്രലൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ ഒരു സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഡാറ്റാബേസ് ആണ്. ഇതിലേക്കാണ് എല്ലാ ഡാറ്റകളും സ്റ്റോർ ആയി പോകുന്നത്. ഓക്കെ, അതിൽ നിന്നാണ് യൂസർ ആവശ്യത്തിനനുസരിച്ച് ഡാറ്റനെ റിട്രീവ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ് അവിടെ നടക്കുന്നത്. ഇനി ഡാറ്റ ഈസ് മാനേജ്ഡ് ബൈ ദ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ സിസ്റ്റം ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് വഴിയാണ് ഈ ഡാറ്റാബേസിനെ അവർ മാനേജ് ചെയ്യുന്നത്. അപ്പൊ യൂസറും ഡാറ്റാബേസും തമ്മിലുള്ള ആ ഒരു ഇന്റർമീഡിയറ്റിനെയാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ ആ ഫിഗറിൽ കണ്ട പോലെ തന്നെ. ഓക്കെ,
ഇനി ഇറ്റ് കണ്ടെയ്ൻസ് അഡീഷണൽ ഡാറ്റ അബൌട്ട് ഡാറ്റ. അതായത് ഡാറ്റ അബൌട്ട് ഡാറ്റ, അതായത് ഒരു ഡാറ്റേനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ മറ്റു ഡാറ്റ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനാണ് നമ്മൾ മെറ്റ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെറ്റ ഡാറ്റ ബേസിസിലാണ് DBMS ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് സെവറൽ ബേസിക് ഓപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ ക്വറി ബേസിസിലാണ്, അതായത് ഇപ്പൊ നമുക്ക് ഡാറ്റനെ എൻ്റർ ചെയ്യാനായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനെ പല രീതിയിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു DBMS ആണ് ഇതിനകത്ത് കൺട്രോളിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്, അതായത് റിഡക്ഷൻ ഓഫ് റിഡൻഡൻസി. അതായത് നമുക്ക് ഒരു ഡാറ്റാബേസ് ഇന്റഗ്രേറ്റഡ് ഡാറ്റയാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അത് മെയിൻ ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കണം. ഈ ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിൽ ഇന്റഗ്രേറ്റഡ് ഡാറ്റയാണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ഭയങ്കര ഡ്യൂപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഫയൽ ബേസിസിലാണെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ അതായത് ഒന്നിൽ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫോൾഡറിനകത്ത് ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ്, അടുത്ത ഫോൾഡറിനകത്ത് വീണ്ടും 1 എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് വരുമ്പോൾ ഈ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ എന്താണ്, ഈ 2 ഫോൾഡറിനകത്ത് ഈ 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസുകളുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഡ്യൂപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം DBMSൽ ടേബിൾ വൈസ് ഡാറ്റാസ് എൻ്റർ ചെയ്യുമ്പോൾ ഓരോ ടേബിളിനും യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഉണ്ടായിരിക്കും. ഇപ്പൊ 1 എന്ന് പറഞ്ഞിട്ടുള്ള പെർട്ടിക്കുലർ വാല്യൂവിനകത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ രജിസ്റ്ററിനകത്ത് ആ ഒരു പേര് ആ ഒരു സ്റ്റുഡന്റ് മാത്രമായിട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഈ റെഡ്യൂസ് ഇൻകൺസിസ്റ്റൻസി നമ്മൾ നേരത്തെ പറഞ്ഞു കൺസിസ്റ്റൻസിന്റെ കാര്യം, അപ്പൊ അതും റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും. ഇനി ഡാറ്റ ഈ സ്റ്റോർഡ് ഇൻ വൺ ലൊക്കേഷൻ, ഒരു ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് നമ്മൾ DBMSന്റെ മാനേജിംഗ് വഴിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്പേസ് നമുക്ക് ലാഭിക്കാനും ഡാറ്റ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഡാറ്റ ഷെയറിംഗ് ചെയ്യാനായിട്ട് ഒരു അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവിടെ DBMS ആണ് അത് ഓവറോൾ ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ യൂസർ ഇന്റർഫേസ് വഴി നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഡാറ്റ റിട്രീവ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നു. അത് DBMS പോയിട്ട് ഡാറ്റാബേസിൽ നിന്ന് ആ പെർട്ടിക്കുലർ കണ്ടന്റ് എടുക്കുന്നു. ഇങ്ങനെയാണ് ഇവിടെ ഒരു ഷെയറിംഗ് ഡാറ്റയുടെ മെന്റാലിറ്റി അവിടെ വരുന്നത്. ഇനി നമ്മൾ ഡാറ്റ ഇൻഡിപെൻഡൻസ്, ഓരോ ഡാറ്റയും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇവിടെ ഷെയറിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫയൽ ബേസ്ഡ് ആകുമ്പോൾ എന്താണ്, ഒരു പെർട്ടിക്കുലർ സെറ്റ് നമ്മൾ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഡിലീറ്റ് ആയിട്ട് പോകും. അതേസമയം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള കണ്ടന്റിനെ മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പൊ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് മാത്രം പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ഡാറ്റ ഇന്റഗ്രിറ്റി ഇവിടെ ഭയങ്കര ഇംപ്രൂവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡാറ്റയെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെർട്ടിക്കുലർ ഡാറ്റ തന്നെ നമുക്ക് എടുത്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലൈക്ക് എൻഷുറിംഗ് എംപ്ലോയീസ് ഏജ് ബിറ്റ്വീൻ 18 ആൻഡ് 17 ഏജ് ബിറ്റ്വീനുള്ള ആ എംപ്ലോയീസിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹ്യൂമൻ എറേഴ്സ് ആണ് നമ്മൾ എന്താണ് അത് എൻ്റർ ചെയ്ത് വരുമ്പോൾ കുറച്ച് എറേഴ്സ് വരാൻ സാധിക്കും. പക്ഷെ ഇവിടെ നമ്മൾ പെർട്ടിക്കുലർ ക്വറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ 18 to 17 ബിറ്റ്വീൻ ഉള്ള ആ കുട്ടികളുടെ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസിന്റെ മാത്രം കറക്റ്റ് ആയിട്ട് അത് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി എഫിഷ്യന്റ് ആയിട്ട് ഡാറ്റ സിസ്റ്റം, അത് ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നമ്മുടെ DBMS നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് DBMS സിസ്റ്റം അതിനെ ഓവറോൾ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ യുണീക്ക് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിനെ റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ യൂസർ ഇന്റർഫേസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇതിനകത്ത് നോക്കുന്നത് യൂസർ ഇന്റർഫേസ് ആസ് പെർ യൂസർ ടെക്നിക്കൽ നോളേജ് ആണ്. സോറി. അപ്പൊ നമ്മളിവിടെ യൂസർ ഇന്റർഫേസ് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഒരു ഫോണിന്റെ സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണുന്നതാണ് യൂസർ ഇന്റർഫേസ്. അത് നമുക്ക് മെഷീൻ ആയിട്ട് ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്. അതായത് യൂസർ മാനുവലി ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നോർമലി ഏത് ഒരു ക്ലയന്റിന് അല്ലെങ്കിൽ ഏതൊരു യൂസറിന് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ ഇന്റർഫേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതുപോലെയാണ് ഓരോ ആപ്ലിക്കേഷൻസും. പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന ഡാറ്റ എന്താണ്, അതൊരു ബാക്ക് എൻഡ് ആയിട്ട് അവിടെ സ്റ്റോർ ആവാണ് ചെയ്യുന്നത്. User interfaces as per user technical knowledge DBMS allow different types of interfaces. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർഫേസസ് ആണ് DBMS യൂസർ ഇന്റർഫേസസ് വരുന്നത്. അതിനകത്ത് കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്ന DBMS ആയിട്ടുള്ള ഇന്റർഫേസ് എന്ന് പറയുന്നത് മെനു ഡ്രിവൺ ഫോംസ് ആൻഡ് റിപ്പോർട്ടഡ് ബേസ്ഡ് ഇന്റർഫേസസ്. അപ്പൊ ഇവിടെ മെനു ഡ്രിവൺ ആൻഡ് ഡിവണും റിപ്പോർട്ടഡ് ബേസ്ഡ് ആയിട്ട് പേര് പോലെ തന്നെയാണ് അതിന്റെ ഫംഗ്ഷനിങ്ങും വരുന്നത്. നെക്സ്റ്റ് അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്, അതാണ് API എന്ന് നമ്മൾ നോർമലി കണ്ടത്. നേരത്തെ ഫിഗറിൽ API എന്ന് കണ്ടത്, അതാണ് അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് ക്വറി ലാംഗ്വേജ് ഇന്റർഫേസ്. ക്വറി ലാംഗ്വേജ് ഇന്റർഫേസ് ആണ് നമ്മൾ ഇപ്പൊ പ്രോഗ്രാമിന്റെ ബേസിസിലൊക്കെ ക്വറി ലാംഗ്വേജിന്റെ ബേസിസിലാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസ്. നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസ് അപ്പൊ ക്വറി ലാംഗ്വേജ് SQL ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ SQL MySQL ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ക്വറി ബേസിസ്ഡ് ആയിട്ട് നമ്മൾ ക്വറീസ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് എന്ത് പറയുന്നത് ഡാറ്റ എൻ്റർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർഫേസസ് ആണ് നമ്മൾ DBMSൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റെപ്രസെന്റിംഗ് റിലേഷൻ എമംഗ് ഡാറ്റ. ഡാറ്റ എങ്ങനെയാണ്, അതായത് ഇപ്പൊ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മളിവിടെ നമ്മുടെ DBMSൽ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു സ്റ്റുഡന്റിന്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേബിളിനകത്ത് ഫുള്ളും എന്താണ് സ്റ്റുഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റിന്റെ ബേസിസിലായിരിക്കും എല്ലാ ഡാറ്റകളും ഉണ്ടാക്കുക. നെക്സ്റ്റ്, ഇംപ്രൂവ്ഡ് സെക്യൂരിറ്റി. നമ്മൾ നോക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഒരു സെക്യൂർഡ് ആയിരിക്കും അല്ലെ. ഞാൻ നേരത്തെ കേസ് പറഞ്ഞ ഒരു ഫയൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരെണ്ണം ഡിലീറ്റ് ചെയ്തതിന് ചിലപ്പോൾ എല്ലാം ഡിലീറ്റ് ആയിട്ട് പോകും. അങ്ങനെ പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് എടുത്ത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ പറയണമെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് DBA ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓവറോൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു DBA തന്നെയാണ്. സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ സബ്സിസ്റ്റം എൻഫോഴ്സസ് സെക്യൂരിറ്റി റെസ്ട്രിക്റ്റിംഗ് ഓപ്പറേഷൻസ് ആയിട്ട് റിട്രീവൽ, ഇൻസേർഷൻ, അപ്ഡേറ്റ്, ഡിലീഷൻ. ഈ 4 ഓപ്പറേഷൻസ് നമ്മുടെ എന്താണ് DBMS പ്രൊവൈഡ് ചെയ്യുന്ന 4 ഓപ്പറേഷൻസ് ആണ്. എന്തൊക്കെയാണ്? റിട്രീവ് ചെയ്യുക, യൂസറിന്റെ നീഡ് അനുസരിച്ച് ഡാറ്റേനെ അവിടെ നിന്ന് എടുക്കുന്നതിനെയാണ് നമ്മൾ റിട്രീവ് എന്ന് പറയുന്നത്. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ യൂസറിന്റെ നീഡ് അനുസരിച്ച് ഡാറ്റ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻസേർട്ട് പറയാം. പിന്നെ നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് വേണ്ടി നമ്മൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഇത് വെച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ദെൻ ഡിലീറ്റ് നമ്മൾ ഡിലീറ്റ് ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ഓപ്പറേഷൻസ് ആണ് നമ്മൾ മെയിൻലി DBMSൽ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്നത്. ഇതെല്ലാം ഓവറോൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് ഇംപ്രൂവ് ബാക്കപ്പ് ആൻഡ് റിക്കവർ. നമുക്കിത് ഞാൻ പറഞ്ഞു ഓൾറെഡി സ്റ്റോറിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യാനൊക്കെ ഇത് വളരെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ. അതേസമയം ഫയൽ സിസ്റ്റത്തിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ നിന്നാണ് ഫയൽ സിസ്റ്റം മേ നോട്ട് ബി പ്രൊട്ടക്ട് ഡാറ്റ ഫ്രം സിസ്റ്റം ഫെയിൽസ്. അതായത് സിസ്റ്റം ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു ഡാറ്റ ഫെയിൽ നമ്മളിപ്പോ ഒരു ഫയൽ ഡിലീറ്റ് ആക്കി കളഞ്ഞെന്ന് വിചാരിക്കാം. ആ ഫയല് പെർട്ടിക്കുലർ ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ അത്രയും ഡാറ്റ അതിന്റെ ഉള്ളിലത്തെ എല്ലാ ഫയൽസും കുഞ്ഞു കുഞ്ഞു ഫോൾഡേഴ്സും ഒക്കെ ഡിലീറ്റ് ആയി പോവാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെയാണെങ്കിലോ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് മാത്രമാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ആ പെർട്ടിക്കുലർ കണ്ടന്റ് മാത്രമായിട്ടും ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ബാക്കപ്പ് ചെയ്യാനോ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സപ്പോർട്ട് ഫോർ കൺകറന്റ് ട്രാൻസാക്ഷൻസിനൊക്കെ വളരെ പെട്ടെന്നുള്ള കണ്ടിന്യൂസ് ആയ ട്രാൻസാക്ഷന് വളരെ നല്ല രീതിയിൽ തന്നെ ഡാറ്റാബേസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഒക്കെ അലോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. നമുക്കിനി ഇതിന്റെ ബാക്കി സെക്ഷൻ അടുത്ത ഒരു സ്ലൈഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.